നമസ്തേ, ലോക സമസ്ത സുഖിനോ ഭവന്തു. ഞാൻ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാനക്കല. ശ്രീ സതീഷ് മായങ്കാവ് അദ്ദേഹം ഞാൻ തന്നെ രചിച്ച ശ്രീ വിഷ്ണുമായ പുണ്യപുരാണം വിവർത്തനം ചെയ്ത് ഏകദേശം ഒരു 3ാമത്തെ അധ്യായമൊക്കെ കഴിഞ്ഞു. വളരെ മനോഹരമായി അദ്ദേഹം വിവർത്തനം ചെയ്യുകയും ഒത്തിരി പേർ അതിൻ്റെ അഭിപ്രായങ്ങൾ ഞാനുമായി പങ്കുവെക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ ശബ്ദമാധുര്യം ഒട്ടനവധി പേർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും അതോടൊപ്പം ആ പാരായണ ശൈലി തന്നെ എല്ലാവരും ആസ്വദിക്കുകയും ഉണ്ടായി. തീർച്ചയായിട്ടും സതീഷ് മായങ്കാവിനോട് വളരെയധികം കൃതജ്ഞത അറിയിക്കുകയാണ്. കാരണം ഇന്ന് എൻ്റെ ചില ശബ്ദത്തിന് കുഴപ്പം സംഭവിച്ചത് കൊണ്ട് തന്നെ എനിക്ക് വിവർത്തനം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഞാനിപ്പോൾ അധ്യായം 2 തുടങ്ങുകയാണ്. നീണ്ട ഒരു അധ്യായമാണ് അധ്യായം 2, ശ്രീ പരമേശ്വര കുളിവാക സംഗമം. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് വിവർത്തനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഭഗവാൻ തൻ്റെ പള്ളിവേട്ട അല്ലെങ്കിൽ 12 വർഷത്തിലൊരിക്കൽ, ഇതൊരു സങ്കല്പമാണ്. കഥ എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. വിഷ്ണുമായ ജനിച്ച ടൈമിൽ ഞാൻ ജനിച്ചിട്ടൊന്നുമില്ല. ഇവിടെ ഒരുപാട് ഈ ഒരു കഥ ഉണ്ടാക്കാൻ വേണ്ടി കാലങ്ങളോളം വർഷങ്ങളോളം അലഞ്ഞൊരു വ്യക്തിത്വമാണ്. എനിക്ക് അതിനുള്ളൊരു അവസരം കിട്ടി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. കാരണം ചെറിയ കുട്ടികൾ മുതൽ ഒത്തിരി പ്രായമായ മണ്ണാന്മാരും അതുപോലെ തന്നെ മറ്റു പലരും, ഒരുപാട് ക്ഷേത്രങ്ങളിലെ പ്രസിഡന്റും അതുപോലെ തന്നെ ശ്രേഷ്ഠന്മാരായ മറ്റനേകം ആളുകളും നമുക്ക് ഈ ഒരു കഥയെക്കുറിച്ച് അല്ലെങ്കിൽ എന്താണ് മായയെക്കുറിച്ച് അതിൻ്റെ ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് പലവരും അറിവുകൾ പകർന്നു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായും ശ്രീ കൊച്ചുനാരായണൻ ചേട്ടനെ എനിക്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം അദ്ദേഹം വളരെയധികം, പിന്നെ മനോജ് കോമ്പാറ, അങ്ങനെ മറ്റു പലരും എനിക്ക്, ശ്രീ ചിത്രാംഗതൻ തിരുമേനി, അദ്ദേഹമൊക്കെ എനിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. അപ്പം ഞാൻ ഈ സമയത്ത് ഒട്ടനവധി പേരെ ഈ ഗ്രന്ഥത്തിൽ മുഖവുര ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഗ്രന്ഥത്തിൽ അഭിപ്രായങ്ങൾ തന്നിട്ടുള്ള അനവധി പേരെ ഞാൻ സ്മരിക്കുകയും അതോടൊപ്പം തന്നെ അവരോട് നന്ദി പറയുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ഗ്രന്ഥം വായിച്ചിട്ടുള്ള അനേകം പേർ, ഏകദേശം 5000-ലധികം ഗ്രന്ഥങ്ങൾ നമ്മൾ വിറ്റഴിക്കുകയും കുറേ അധികം പേർ അതിനെ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സമയം ഇന്നും പലവരും അതിനുവേണ്ടി വിളിക്കുകയും വാങ്ങുകയും വായിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ എന്താണ് വിഷ്ണുമായ അല്ലെങ്കിൽ വിഷ്ണുമായയുടെ പിറവി, വിഷ്ണുമായയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ എല്ലാവർക്കും വളരെ ആഗ്രഹമാണ്. എല്ലാവരും വളരെ ഭയത്തോടു കൂടിയാണ് വിഷ്ണുമായയെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യം ജനങ്ങൾക്ക് കൂടുതൽ തൃപ്തികരമായി തോന്നുന്നത്. തീർച്ചയായിട്ടും ഇന്ന് വിഷ്ണുമായയെക്കുറിച്ച് സുലഭമായി നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലും ആദ്യം മായനെക്കുറിച്ച് അല്ലെങ്കിൽ ആ വിഷ്ണുമായയെക്കുറിച്ചുള്ള വിവരണങ്ങളായിരിക്കും അധികം. മനസ്സമാധാനം തരുന്ന അനേകം കാര്യങ്ങൾ. തീർച്ചയായിട്ടും പലവരും ഫോൺ ചെയ്ത് പറയുമ്പോൾ സ്വാമിയിലേക്ക് ആശ്രയം കണ്ടെത്തിയതിന് ശേഷമുണ്ടായി അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് പരമേശ്വര കുളിവാക സംഗമത്തിനെ കുറിച്ച് പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം കരിനീലിമായ കുളിവാക ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞു. ദേവമാനസ എന്ന് പറയുന്ന ആ തോഴി പിന്നീട് കരിനീലിയായിട്ട് പിറവിയെടുക്കുകയും കരിനീലിയുടെ മായാരൂപമായിട്ടുള്ള ആ കുളിവാക തൻ്റെ മായാരൂപമായിട്ടുള്ള, കാരണം കരിനീലിയുടെ മായാരൂപം തൻ്റെ അച്ഛനെയും അമ്മയെയും പരിപാലിക്കാനായിട്ട് കരിനീലി തന്നെ സ്വയം ഒരു മായാരൂപത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീടുള്ള കഥകളിൽ നമുക്കത് മനസ്സിലാക്കാം. അങ്ങനെ പരമേശ്വര ഭഗവാൻ കൈലാസത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നെത്തിക്കൊണ്ട് ആ കാനനത്തിലൂടെ കൂലിക്കുന്തവനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എവിടെ നിന്നോ അഭൗമമായ ആ കസ്തൂരിയുടെ സുഗന്ധവും ഒരു പ്രത്യേക തരത്തിലുള്ള ഒഴുക്കിൽ, ഒരു അരുവിയുടെ ഒഴുക്കിൽ ആ ശബ്ദങ്ങളിൽ ശാന്തസുന്ദരമായ ശബ്ദത്തോടൊപ്പം തന്നെ അഭൗമമായ ആ ഗന്ധം പരമേശ്വരനെ വല്ലാതെ ആ ഭാഗത്തേക്ക് ആകർഷിച്ചു. തീർച്ചയായും അദ്ദേഹം ഇത് എവിടെ നിന്നാണ്
ഈ ഒരു സുഗന്ധം വരുന്നത്, വമിക്കുന്നത് എവിടെ നിന്നാണ്? അദ്ദേഹം അതിനെക്കുറിച്ച് അറിയാൻ കൂടുതൽ താല്പര്യപ്പെട്ടു. നന്ദിയോടായി അദ്ദേഹം അത് ചോദിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് മുന്നോട്ട് പോകുകയും ചെയ്തു. ആ നീർച്ചോലയിൽ അതിസുന്ദരിയായിട്ടുള്ള വിവസ്ത്ര, ശരിക്കും അന്നത്തെ കാലത്ത് ശരിക്കും തീർച്ചയായിട്ടും മാറുമറയ്ക്കുകയോ അഡ്യത്വത്തിലുള്ളവർ മാത്രമാണ് മാറുമറച്ചൊക്കെ നിൽക്കുന്നത്. എന്നാൽ ദേവതാ സൗന്ദര്യം വമിച്ചുകൊണ്ട് തന്നെ ഇത് ആകർഷ്ടമായിട്ടുള്ള ആ ശരീരഭംഗിയിൽ പരമേശ്വര ഭഗവാൻ കാണുകയാണ് ആ നീർച്ചോലയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന കുളിവാകയെ. തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ ചെന്നെത്തി. അല്ലയോ സുന്ദരി, നീ ആരാണ്? ഭഗവാന്റെ ആ ചോദ്യത്തിൽ ഭവതി തീർച്ചയായും ലജ്ജാവതിയായി വളരെയധികം തലക്കുമ്പിട്ട് ചോദിച്ചു, അച്ഛ അവിടുന്ന് ആരാണ്? ഭഗവാനെ അവിടുന്ന് ആരാണ്? തിരിച്ച് ഭഗവാൻ തന്നെ ചോദിക്കുന്നു, സുന്ദരി നീ ആരാണ്? അതാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ സുന്ദരിയായിട്ടുള്ള ആ കുളിവാക പറയുന്നു, അവിടത്തേക്ക് അറിയാത്തതായി ഒന്നില്ല എന്ന് തന്നെ ഞാൻ കരുതട്ടെ. എന്നാൽ ഞാൻ മായ കുളിവാകയാണ്, കരിനീലിയുടെ മായാരൂപമായിട്ടുള്ള കുളിവാകയാണ്. നീ എന്താണ് പെണ്ണെ ഈ കാനനച്ചോലയിൽ എന്താണ് നീ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലച്ച പരമേശ്വര, ഞാൻ ഈ ചോലയിൽ ഞാൻ നീരാട്ട് ചെയ്യുമ്പോൾ എൻ്റെ ആഭരണങ്ങളെല്ലാം എൻ്റെ കൈകളിൽ നിന്നും ഊരി താഴെ വീണു. അത് ഞാൻ തിരഞ്ഞു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഒരു ആശയം ഉദിച്ചു. തീർച്ചയായിട്ടും എല്ലാ വരങ്ങൾക്കും എല്ലാ ശാപങ്ങൾക്കും ഒരു സദുദ്ദേശമുണ്ടല്ലോ. അതുപോലെ തന്നെ ഭഗവാന് ഈ അഭൗമമായ ഈ സൗന്ദര്യത്തെ ഒന്ന് നുകരണമെന്നും ആ സൗന്ദര്യത്തെ ആസ്വദിക്കണമെന്നും, ആസ്വദിച്ച് കണ്ട മാത്രമേ ആസ്വദിക്കുകയും അതിനെ ഒന്ന് നുകരാനായിട്ട് താല്പര്യപ്പെടുകയും അദ്ദേഹം ചെയ്തു. അങ്ങനെ ആ സുന്ദരിയോട് പരമേശ്വര ഭഗവാൻ ചോദിച്ചു, പെണ്ണെ, നിനക്ക് ഞാൻ ആ ആഭരണങ്ങളെല്ലാം എടുത്തു തരാം. ആ ചോലയിൽ നിന്ന്, ആ തടാകത്തിൽ നിന്ന് ഞാൻ ആ ആഭരണങ്ങളെല്ലാം എടുത്തു തരാം. പകരം നീ എനിക്ക് എന്ത് തരും? ആ ചോദ്യത്തിന് തീർച്ചയായിട്ടും കുളിവാകയ്ക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ ഇംഗിതം എന്താണെന്നും അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നതും സ്വാഭാവികമായിട്ട് എല്ലാ പെണ്ണുങ്ങൾക്കും മനസ്സിലാകാവുന്ന ഒരു കാര്യം ആ കുളിവാക പെണ്ണിനും മനസ്സിലായി. അപ്പോൾ അയ്യോ അച്ഛ, ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പള്ളി നായാട്ടിനായി ഈ ഭൂമിയിൽ വന്നെത്തിയതാണ്. ആ സമയമാണ് നിന്നെ ദർശിച്ചത്. അപ്പോൾ ഈ ദർശനവേളയിൽ നീ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നും അത് ഞാൻ എടുത്തു തരാമെന്നും പറഞ്ഞ് പരമേശ്വരൻ ആ ആറിലേക്ക് അല്ലെങ്കിൽ ആ ചോലയിലേക്ക് എടുത്ത് ചാടുകയും അവിടെ നിന്ന് ആഭരണങ്ങളുമായി, കൈക്കുമ്പിൽ നിറയെ ആഭരണങ്ങളുമായി ഉയരുകയാണ് ചെയ്യുന്നത്. അത് ഭഗവാന്റെ ഒരു ലീലയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും കൂളിവാക പോലും അത്ഭുതപ്പെട്ടുപോയി. കൂളിവാകയ്ക്ക് പോലും അത്രയും ആഭരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ ഭഗവാൻ ഉയർന്നു വന്നപ്പോൾ കൂളിവാകയ്ക്ക് ആഭരണങ്ങളും തിരികെ കൊടുക്കുകയും എനിക്ക് നീയുമായി സംഗമിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. അത് കേട്ട മാത്രയിൽ തികച്ചും പാർവതീ ഭക്തയായിട്ടുള്ള കൂളിവാക വളരെയധികം വിഷമിച്ചു. നല്ലച്ഛൻ പരമേശ്വരനോട് എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക? വളരെയധികം വിഷമിച്ചു. ശരി പെണ്ണെ, ഞാൻ എൻ്റെ നായാട്ടിന് പോയി തിരിച്ചെത്തും വരെ കാത്തിരിക്കും. ഞാൻ വന്നു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭഗവാൻ പരമേശ്വരൻ നായാട്ടിന് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പരമേശ്വരൻ നായാട്ടിന് പോയി കഴിഞ്ഞപ്പോൾ കുളിവാകപ്പെണ്ണ് ചിന്തിച്ചു, എന്താണ് ഇനി ഒരു പോംവഴി? ഭഗവാനെ അല്ലെങ്കിൽ അമ്മേ, പാർവതി ദേവിയുടെ അരുമ ഭക്തയായ കുളിവാക ആ ദേവിയെ സ്മരിക്കുകയാണ് ചെയ്യുന്നത്. ദേവിയെ സ്മരിച്ച മാത്രയിൽ തന്നെ ദേവി പാർവതി ആ കുളിവാകയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മകളെ, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ അവിടെ നടന്ന സംഭവ വികാസങ്ങൾ വിവരിച്ചു. കുളിവാകെ, നീ ഭയപ്പെടണ്ട. നീ ഉടൻ തന്നെ ശ്രീ പരമേശ്വരന്റെ പുത്രന് ജന്മം നൽകും. കുളിവാക വീണ്ടും നിർത്തി. ഞാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യത്തിനെ ദേവി തന്നെ പറയുന്നു. ഇത്
മകളെ, ഇതൊരു പ്രകൃതിയുടെ ഇംഗിതമാണ്. ഈ സൃഷ്ടി അനിവാര്യമാണ്, ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നീ ഉടൻ തന്നെ ശിവപുത്രന് ജന്മം നൽകും. അതിനൊരു കാലയളവ് നിശ്ചയിക്കുകയും എന്നാൽ സംഗമത്തിന് വേണ്ടി നിന്റെ രൂപം ഞാൻ ധരിക്കാമെന്നും ആ രൂപം ധരിച്ചുകൊണ്ട് ഞാൻ ശിവന് വേണ്ടി കാത്തു നിൽക്കാം, ആ ഭഗവാൻ തിരിച്ചു വരും തരം കാത്തു നിൽക്കാമെന്നും കൂളിവാകയോട് പറയുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ശ്രീ പാർവതി ദേവി വാക രൂപം ധരിക്കുന്നതിന് മുമ്പ് ശ്രീ മഹാവിഷ്ണുവിനെ പോയി ദർശനം കൊള്ളുന്നു. മഹാവിഷ്ണുവിനോട് കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയുണ്ടല്ലോ ഭഗവാനെ, എന്താണ് ചെയ്യുക? പാർവതിയും ആ ഒരു സമയം ഒരു സംശയാലുവായി എന്താണ് ചെയ്യേണ്ടത്, ഇതി കർത്തവ്യം ഇവിടെയായി നിന്ന് ചിന്തിച്ചു പോയി, ഞാൻ ഇനി എന്താണ് ചെയ്യുന്നത്? കുളിവാക എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞെങ്കിലും അതിന് ഏത് രീതിയിലാണ് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള ഒരു ചിന്തയിലൂടെ ആ പാർവതി ദേവി ഉടൻ തന്നെ ആ വൈകുണ്ഠത്തിലേക്ക് ചെന്നെത്തുകയും ആ മഹാവിഷ്ണുവിനോട് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് വിവരിക്കുകയും ആ അവസ്ഥയെക്കുറിച്ച് വിവരിച്ചപ്പോൾ മഹാവിഷ്ണുവിനും തോന്നി, ശരിയല്ലേ, ആ കുളിവാക്കയുടെ രൂപം എന്തായിരുന്നു ഭഗവതി? ആ രൂപമൊന്ന് അവിടുന്ന് തന്നെ പ്രാപിക്കൂ, ആ രൂപത്തിലേക്ക് ഒന്ന് വരൂ, ഞാനും ഒന്ന് കാണട്ടെ എന്ന് മഹാവിഷ്ണു പാർവതി ദേവിയോട് പറയുകയാണ്. അങ്ങനെ മഹാവിഷ്ണു ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ ആ കൂളിവാകയുടെ രൂപം പാർവതി തന്നെ സ്വയം എടുക്കുകയും മഹാവിഷ്ണുവിൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്തപ്പോൾ ആകെ പരിഭ്രാന്തനായി പോയി മഹാവിഷ്ണു എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം അത്രയും സൗന്ദര്യം ഞാൻ എവിടെയും ദർശിച്ചിട്ടില്ല. ഇവൻ ലക്ഷ്മിക്ക് പോലും ഒരു കുശുമ്പ് വന്നു ചേരാം, അല്ലെങ്കിൽ ഒരു വിഷമതകൾ വന്നു ചേരാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കുളിവാകയുടെ രൂപം കണ്ട് ആ സൗന്ദര്യം കണ്ട് മതിമറന്നുപോയി ഭഗവാൻ ശ്രീ മഹാവിഷ്ണു. അല്ലയോ പാർവതി ദേവി, അവിടുന്ന് എന്തിനാണ് ശങ്കിക്കുന്നത്? കൂളിവാകയുടെ സ്വരൂപം നിങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ തന്നെ സ്വയം കൂളിവാകയുടെ രൂപം ധരിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ നിൽക്കുക. ഭഗവാന്റെ ഇംഗിതത്തെ നിങ്ങൾ തന്നെ ആ ആവശ്യത്തെ നടത്തിക്കൊണ്ട് ഭഗവാന്റെ ആവശ്യങ്ങൾ ഇംഗിതത്തെ അനുവദിച്ചുകൊണ്ട് ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭഗവാൻ അറിയാതെ തന്നെ കൂളിവാകയുടെ രൂപം ധരിച്ചുകൊണ്ട് ഭഗവാന്റെ ഇംഗിതം നടപ്പാക്കും. അതിൽ നിന്നും പിറവിയെടുക്കുന്ന ഒരു അത്ഭുത സൃഷ്ടി ഈ ഭൂമിയിൽ പിറക്കാനുണ്ട്. ആ അത്ഭുത സൃഷ്ടി ഒരുപാട് പരിവർത്തനങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ദേവി പാർവതി അവിടുന്ന് തന്നെ കുളിവാകയുടെ രൂപം ധരിക്കുക. അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ പാർവതി ദേവി ഭഗവാൻ പരമേശ്വരനെ കാത്തുകൊണ്ട് തൻ്റെ രൂപം കുളിവാക രൂപം ധരിച്ചുകൊണ്ട് അങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ട് ഭഗവാനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കുളിവാക പരമേശ്വര സംഗമത്തിന് അവസരമൊരുക്കി. അങ്ങനെ പരമേശ്വരൻ അവിടെ വന്നെത്തുകയും തൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് അത് പാർവതി ദേവി തന്നെയാണെന്ന് ഭഗവാന് തിരിച്ചറിയാത്തതൊന്നുമില്ലല്ലോ. പല കാരണങ്ങളെ കൊണ്ട് പറയാറുണ്ട്, പല കഥകളിലും പറയുന്നു ഭഗവാൻ തിരിച്ചറിഞ്ഞില്ല പാർവതി ദേവിയെ. യഥാർത്ഥത്തിൽ പാർവതി ദേവിയെ തിരിച്ചറിയുന്നത് ഭഗവാൻ തന്നെയാണല്ലോ സൃഷ്ടിയുടെ കർത്താവ്. ഭഗവാനെ തിരിച്ചറിയാത്ത അല്ലെങ്കിൽ അറിയാത്ത ഒരു കാര്യവുമില്ല. ഭഗവാനെ മറച്ചു വെക്കാൻ ആർക്കും കഴിയുമോ? കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞ മാതിരി കഥയിലൊക്കെ ചോദ്യം ഉണ്ടാവണമല്ലോ. ഭഗവാനെ മറച്ചു വെക്കാൻ ആർക്കും കഴിയുന്നില്ല. ആ പാർവതി ആണ് അതെന്നും, എന്നാൽ കൂളിവാകയുടെ രൂപത്തിലുള്ളത്, നമ്മളൊരു രൂപത്തിനാണല്ലോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ആ രൂപത്തിലുള്ള പാർവതിയുമായി സംഗമിച്ച് അവിടെ ഒരു പുതിയൊരു സൃഷ്ടിക്ക് അവസരമൊരുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് കുക്ഷിശാസ്താവിൻ്റെ പിറവിയാണ്. അതിൽ വളരെ വ്യക്തമായി നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വിവരണങ്ങൾ തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നീണ്ടൊരു വിവരണമാവുന്നത് അത് അങ്ങനെ കെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നും അല്ലാന്ന് എനിക്കറിയാം. എങ്കിൽ കൊണ്ട് തന്നെ ഇനിയും ആ കുക്ഷി ശാസ്താവിൻ്റെ പിറവി
അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളൊക്കെ അടുത്ത ഒരു വിവർത്തനത്തിൽ പറയുന്നതാണ്. നന്ദി, നമസ്കാരം.